സനോജിനെ വീണ്ടും വിളിക്കേണ്ട സ്ക്രീനിലേക്ക്. എന്താണ് സനോജ് ചോദിക്കാനുള്ളത്? പറയൂ. അതായത് ഇന്നലെ അവിടെ ജനവാസ മേഖലയിൽ ഒരു പുലി ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. ആ പുലിയെ കണ്ടെത്തിയ സാഹചര്യം ജനവാസ മേഖലയിലാണ് ഇത്തരത്തിലൊരു പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തിയ മുണ്ടക്കയം ഭാഗത്ത്. പുലിയുടെ കഴുത്തിൽ വളരെ ആഴത്തിലേറിയ മുറിവ് കൂടെ ഉണ്ടായിരുന്നു. ഇതാണ് കുറച്ചുകൂടെ സംശയത്തിലേക്ക് വഴിവെക്കുന്നത്. സനോജുണ്ട് വിശദാംശങ്ങളുമായി. സനോജിലേക്ക് തന്നെ പോവാം നമുക്ക്. സനോജ്, എന്താണ് ഈ പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വനംവകുപ്പ് വിശദീകരിക്കുന്നത്? അതിന്റെ ഒരു സാഹചര്യം എന്താണ്? മനു, മുണ്ടക്കയത്തു നിന്നും ഇളങ്കാട് വഴി വാഗമണിലേക്ക് പോകുന്ന ഒരു വഴിയുണ്ട്. ആ വഴിയുടെ അടുത്താണ് ഈ പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഈ പ്രദേശത്ത് വനമോ മറ്റ് കാടുകളോ ഒന്നും ഇല്ലാത്ത ഒരു പ്രദേശമാണ്. അത്തരത്തിൽ ഒരു പ്രദേശത്ത് പുലി എങ്ങനെ വന്നു എന്നുള്ളതാണ് വനംവകുപ്പിനെ കുഴപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ പുലിയുടെ കഴുത്തിൽ മാരകമായ മുറിവ്, അടിഭാഗത്താണ് ഈ മുറിവേറ്റിട്ടുള്ളത്. മുകൾ ഭാഗത്തല്ല. മുകൾ ഭാഗത്താണെങ്കിൽ വെട്ടുകിട്ടിയെന്ന് കരുതാം, പക്ഷെ അടിഭാഗത്താണ് മുറിവേറ്റിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ മുറിവിനുള്ളിൽ ഒരു കമ്പിയും കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പന്നിക്ക് വെച്ച കെണിയിൽ ഈ പുലി കുടുങ്ങിയതാണ് എന്നുള്ളതാണ് ഫോറസ്റ്റിന്റെ നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ പുലി എങ്ങനെ അവിടെ എത്തി? ഒരുപക്ഷെ പന്നിക്ക് വെച്ച കെണിയിൽ പുലി കുടുങ്ങിയതിനു ശേഷം പുലി ചത്തു എന്ന് മനസ്സിലാക്കിയ ആരെങ്കിലും പുലിയുടെ ജഡം ഈ പ്രദേശത്ത്, അതായത് പുലി ഒരിക്കലും എത്തിപ്പെടാൻ കഴിയാത്ത ഒരു പ്രദേശത്ത് കൊണ്ടിട്ടതാണ് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് ഫോറസ്റ്റ് ഉള്ളത്. മാത്രമല്ല, ആ 3 കിലോമീറ്റർ ചുറ്റളവിൽ നിന്നുമാണ് ഈ പുലിയെ പിടികൂടിയിട്ടുള്ളത്. അതായത് ഒരിക്കലും പുലിയെ കണ്ടെന്ന് ഒരിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരു പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം എങ്ങനെ ഉണ്ടായി എന്നതും വനം വകുപ്പ് പ്രധാനമായും അന്വേഷിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പിന്റെ നായ ഇന്നലെ സംഭവ സ്ഥലത്തെത്തി പരിശോധനയുടെ ഭാഗമായി തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടി അവർ ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ വിശദമായ പോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ടിയാണ് വനം വകുപ്പിന്റെ തീരുമാനം. ഇതിനെ തുടർന്ന് പുലിയുടെ ജഡം ഇന്നലെ മുണ്ടക്കയം വണ്ടമ്പാളിലുള്ള ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് ഈ ജഡം മാറ്റിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 10 മണിക്കാണ് പുലിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ 5 അംഗ സമിതിയാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടിക്ക് മേൽനോട്ടം വഹിക്കുക. എങ്ങനെയാണ് പുലി ചത്തത്, അങ്ങനെ പുലിയുടെ സാന്നിധ്യം അവിടെ എങ്ങനെ ഉണ്ടായി, ഈ ആരെങ്കിലും കൊലപ്പെടുത്തിയതാണോ, അങ്ങനെയുള്ള വിശദമായ ഒരു അന്വേഷണം നടത്തുവാൻ വേണ്ടിയാണ് ഫോറസ്റ്റ് തീരുമാനിച്ചിട്ടുള്ളത്. ആ ഒരു രീതിയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് വിശദമായ രീതിയിൽ ഈ പോസ്റ്റ്മോർട്ടം നടക്കുക. പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം മാത്രമാവും മരണകാരണത്തെ സംബന്ധിച്ചുള്ള ഒരു അന്തിമ നിഗമനത്തിലേക്ക് എത്തിച്ചേരുക. മനു, സനോജ്, ഏതായാലും അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഏതായാലും ഈ മുണ്ടക്കയം ഭാഗത്താണ് കഴിഞ്ഞ ദിവസം ഒരു ആക്രമണത്തിൽ ഒരാൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആ പ്രദേശം വന്യമൃഗ ശല്യത്താൽ രൂക്ഷമായി നിൽക്കുന്ന ഒരു മേഖല കൂടിയാണ്. അവിടെയാണ് ഇപ്പോൾ പുലിയുടെ ജഡം കണ്ടെത്തിയത്. ഇത് സനോജ് പറയുന്നത് അനുസരിച്ച് ജനവാസ മേഖലയാണ്. അപ്പം അവിടെ എങ്ങനെ ഇത്തരത്തിൽ ഒരു പുലിയുടെ ജഡം വന്നു എന്നുള്ളതാണ് വലിയൊരു ദുരൂഹതയായി അവശേഷിക്കുന്നത്. ഇന്ന് ഏതായാലും പുലിയുടെ പോസ്റ്റ്മോർട്ടം നടക്കും. അതിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുകയും